ഇന്ത്യ ഒട്ടാകെയുള്ള സിനിമാ പ്രേമികൾ മലയാള സിനിമയെ ശ്രദ്ധിച്ച വർഷമായിരുന്നു 2024. തുടക്കം മുതൽ ഹിറ്റുകൾ മലയാളത്തിൽ പിറന്നെങ്കിലും ഹിറ്റ് ചിത്രങ്ങളിൽ സ്ത്രീകൾ ഇല്ല എന്ന വിമർശനം പല വഴി ചർച്ചയായിരുന്നു. എന്നാൽ വർഷം അവസാനിക്കുമ്പോൾ ഒരു പിടി മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ 2024 മലയാളത്തിൽ നിന്ന് പിറന്നിട്ടുണ്ട്. നായകൻ്റെ കയ്യിൽ തൂങ്ങി നടക്കുന്ന ക്യൂട്ട്നെസ് കാണിക്കുന്ന 2 പാട്ടിലും റൊമാൻറ്റിക് സീനുകളിലും മാത്രം വന്നു പോകുന്ന ടിപ്പിക്കൽ നായികമാർ ഇന്ന് മലയാളത്തിൽ നിന്ന് വരുന്നത് വളരെ കുറവാണ്. അത്തരത്തിൽ നോക്കിയാൽ പേരിനൊരു പെണ്ണ് വേണ്ടതുകൊണ്ട് മാത്രം കാഴ്ചക്കാരെ കയറ്റാൻ വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്ന പരിപാടി ഇപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം. മലയാള സിനിമ സ്ത്രീകൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിട്ടില്ല. അതിന് ഉദാഹരണങ്ങളാണ് ഉള്ളൊഴുക്ക്, പ്രേമലു, സൂക്ഷ്മദർശിനി, ബോഗെയിൻവില്ല, കിഷ്കിന്ധകാണ്ഡം തുടങ്ങിയവ. മുകളിൽ പറഞ്ഞ 5 ചിത്രങ്ങളും 5 തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവയാണ്. 5ലെയും പെണ്ണുങ്ങൾ കസറി. ചിത്രങ്ങളിൽ അഭിനയിച്ച അഭിനേത്രികളെല്ലാം ഇതുവരെയുള്ള അവരുടെ കരിയറിലെ മികച്ച പെർഫോമൻസുകളും സമ്മാനിച്ചിരുന്നു. കേരളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം ഹിറ്റായ ചിത്രമായിരുന്നു പ്രേമലു. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത ചിത്രത്തെ സാക്ഷാൽ രാജമൗലി പോലും അഭിനന്ദിച്ചിരുന്നു. പ്രേമലുവിൽ നായിക റീനുവായി എത്തിയ മമിത ബൈജു ആയിരുന്നു. നോക്കിലും വാക്കിലും എല്ലാം റീനുവായി രൂപപ്പെട്ട മമിത പ്രേമലു എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ആരാധകരെ ഉണ്ടാക്കി. ചിത്രത്തിലെ മമിതയുടെ ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങുമെല്ലാം പിന്നീട് ട്രെൻഡ് സെറ്ററായി മാറിയിരുന്നു. റൊമാൻറ്റിക് കോമഡി ജോണറിൽ ഇറങ്ങിയ പ്രേമലുവിൻ്റെ വലിയ വിജയത്തിൽ നായിക മമിതയുടെ പങ്ക് അത്ര ചെറുതല്ല. ഇന്ത്യയിലെ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ ഉള്ളൊഴുക്ക് ക്രിസ്റ്റോ ടോമിക് സിനിമയാക്കിയപ്പോൾ ലീലാമ്മയും അഞ്ജുവുമായി എത്തിയത് ഉർവശിയും പാർവതി തിരുവോത്തുമായിരുന്നു. പ്രേക്ഷകർക്ക് അധികം സുപരിചിതമല്ലാത്ത ട്രീറ്റ്മെൻറ്റ് നൽകിയ ചിത്രം നിരൂപക പ്രശംസ നേടുകയും ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ചിത്രത്തിൽ ലീലാമ്മയായി ജീവിച്ച ഉർവശിക്ക് ഈ വർഷത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയും ചെയ്തിരുന്നു. 4 വർഷത്തിന് ശേഷം നസ്രിയ അഭിനയിച്ച ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി. പ്രിയദർശിനിയായി മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം അത്രമേൽ മനോഹരമായാണ് നസ്രിയയുടെ പ്രകടനം. കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും ഇനി എന്ത് എന്ന ആകാംക്ഷ നൽകാൻ ചിത്രത്തിന് കഴിഞ്ഞപ്പോൾ ഈ വർഷത്തെ മികച്ച ത്രില്ലർ സിനിമകളുടെ ഗണത്തിലേക്ക് സൂക്ഷ്മദർശിനി നടന്നുകയറി. പുരുഷന്മാർ കേസ് അന്വേഷിച്ച് തുമ്പുണ്ടാക്കുന്ന ക്ലീഷെ പൊളിച്ചെഴുതിയ സൂക്ഷ്മദർശിനി 50 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കി. സാധാരണ അമൽ നീരജ് സംവിധാനം ചെയ്ത ചിത്രങ്ങളുടെ എല്ലാം ഹൈലൈറ്റ് സംവിധായകൻ്റെ പേര് തന്നെയായിരുന്നു. എന്നാൽ ബോഗെയിൻവില്ല എന്ന ചിത്രത്തിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ജ്യോതിർമയി എന്ന ആർട്ടിസ്റ്റിൻ്റെ തിരിച്ചുവരവായിരുന്നു. റീത്തു എന്ന കഥാപാത്രമായി ജ്യോതിർമയിയുടെ അതിഗംഭീര പ്രകടനമായിരുന്നു പ്രേക്ഷകർ കണ്ടത്. 14 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ യാതൊരുവിധ പതർച്ച ജ്യോതിർമയിക്ക് ഉണ്ടായിരുന്നില്ല. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഷോ സ്റ്റീലറായതും ജ്യോതിർമയി തന്നെയായിരുന്നു. ഈ വർഷത്തെ മികച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ തന്നെയുണ്ടായിരുന്ന ചിത്രമാണ് ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ധകാണ്ഡം. അഭിനേതാക്കളുടെ മികച്ച പ്രകടനവും ശക്തമായ തിരക്കഥയുമായിരുന്നു കിഷ്കിന്ധകാണ്ഡത്തിൻ്റെ ശക്തി. അപ്പുപിള്ളയെ അവതരിപ്പിച്ച വിജയരാഘവനും അജയൻ ആയെത്തിയ ആസിഫ് അലിയും മികച്ച അഭിപ്രായങ്ങൾ നേടിയപ്പോൾ ഇവരോടൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ അപർണ ബാലമുരളിക്കായി. യഥാർത്ഥത്തിൽ ചിത്രം സഞ്ചരിക്കുന്നത് അപർണയിലൂടെയാണ്. വമ്പൻ ഓണം റിലീസുകൾക്കിടയിൽ സർപ്രൈസ് ഹിറ്റടിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞിരുന്നു. ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കാനും നിരൂപക പ്രശംസ നേടാനും ഈ ചിത്രങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിൽ എണ്ണം പറഞ്ഞ ഒരു പിടി സ്ത്രീ കേന്ദ്രീകൃത ചിത്രങ്ങളും കഥാപാത്രങ്ങളും പിറന്ന വർഷമാണ് 2024. 2025ലും ഇതേപോലെ തന്നെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.